മോനെ പഠിക്കാൻ സ്കൂളിലോട്ടാക്കിയിട്ട് ദാണ്ട് നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം നേരത്തെ തന്നെ ജോലികൾ ഒതുക്കിയാൽ നമുക്ക് നല്ലപോലെ റെസ്റ്റ് ചെയ്യാൻ നല്ല ടൈം കിട്ടും. ഞാൻ കുറേ സിനിമകൾ ഇങ്ങനെ പ്ലേലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കാണാനായിട്ട്. ചിലപ്പോഴൊക്കെ ഞാൻ കുക്കിംഗ് ചെയ്യുന്നത് ഈ സിനിമയൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇട്ട് കണ്ടുകൊണ്ടാണ്. പക്ഷേ എനിക്കറിയത്തില്ല, അപ്പോഴത്തേക്കും കിച്ചൺ നല്ലപോലെ കുളവാറുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ അത്തരം ഒരു സാഹസത്തിന് നിൽക്കാറില്ല. അപ്പോൾ പിന്നെ വേഗം തീർത്തിട്ട് പോയിരുന്നു പോയി കാണുമ്പോൾ ഞാൻ തുണി മടക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലികൾ ഒതുക്കും. ഈ സംഭവം എന്താണെന്ന് അറിയോ, ഒരു ഫുഡ് പ്രോസസ്സറാണ് കേട്ടോ. നമ്മൾ ആമസോണിലൊക്കെ കിട്ടും. നമുക്ക് സുജാത മിക്സറിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. മാഗി 3G എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്തുള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ട് ചോപ്പിങ്ങും അങ്ങനെയുള്ളതൊക്കെ എക്സ്ട്രാ ആയിട്ടൊന്നും വാങ്ങിയാൽ വേണ്ട. അപ്പം എന്താണ്ട് ഇതിലേക്ക് ഞാൻ ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള ഇതൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് തേങ്ങ, 2 ചുമന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ മഞ്ഞപ്പൊടി, നല്ല ജീരകം, ഉപ്പ് ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും ജോലി ഇത് ചെയ്യുന്നതുകൊണ്ട് ഇനി ആകെ താളിക്കാതാണ്ട് ഈ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, വേവിക്കുക. ഇത്രേ ജോലിയുള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ തോരനൊക്കെ പെട്ടെന്നാക്കി കഴിഞ്ഞു. അതാണ്ട് തോരൻ റെഡി. ഈ പ്രീതിയുടെ മെഷീൻ എല്ലാ ഫംഗ്ഷനുമായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ സുജാതയുണ്ട്. സുജാത ഇവിടെ ചീത്തയായി പോകുന്നതുമില്ല. പിന്നെ ആകെ വിഷമിച്ച് ഇനി ഒരു ഫുഡ് പ്രോസസ്സർ സെപ്പറേറ്റ് മേടിക്കണമെങ്കിൽ 10, 3000, 4000 രൂപയാവും. പക്ഷേ ഞാൻ ആ ടൈമിൽ 2000 രൂപയ്ക്ക് ഈ ഒരു ഫുഡ് പ്രോസസ്സർ വാങ്ങിച്ചപ്പോഴത്തേക്കും സൂപ്പറായിട്ട് ഒരു വിഷയം. 2000 ഈ ഒരു മോട്ടർ ഇല്ലാതെ ഇത് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും സ്ഥലം മെനക്കെടുത്താനായിട്ട് ആ ഒരു വലിയൊരു മെഷീൻ വീണ്ടും വാങ്ങിച്ച് വെക്കേണ്ടി വന്നില്ല. അപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും അപ്പം തന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ച് നമ്മളത് ഉണങ്ങാൻ നിൽക്കിയത് അപ്പം തന്നെ വെള്ളം ഒഴിച്ചാൽ കഴുകി വെച്ച് ആ ജോലി അങ്ങ് പെട്ടെന്ന്. പിന്നെ നമ്മുടെ സുജാതയുടെ മിക്സി സൂപ്പറല്ലേ, പിന്നെ അത് മാറ്റേണ്ടി വരത്തില്ല എന്നൊരു ഗുണമുണ്ട്. ഇതിൽ തന്നെ ചപ്പാത്തി കുഴയ്ക്കാനും പറ്റും. പിന്നെ അത് ഞാൻ ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങയൊക്കെ തിരുവി അതിലേക്ക് ഉള്ളി, പുളി, ഉപ്പ്, കറിവേപ്പില, തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ടൊരു ചമ്മന്തിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ചമ്മന്തി അരയ്ക്കാൻ നമ്മൾ ആ മിക്സി വെക്കുന്നതിന് മുന്നേ അതിൻ്റെ ബാക്കി മോട്ടറും കുടഞ്ഞ് മാറ്റിയേക്കുവാണ്. ഇത് ഞാൻ മറ്റേ ഫുഡ് പ്രോസസ്സറിൻ്റെ മോട്ടറാത്. അപ്പോൾ ഞാൻ മുളക് പൊടി ഇടാൻ വിട്ടു, പിന്നെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കും. ഒരുപാടങ്ങ് പേസ്റ്റ് തരായിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ചമ്മന്തി നല്ല വടുക്കി അരച്ചെടുക്കാമെന്ന് പറയത്തില്ല, അങ്ങനെ ആക്കിയെടുക്കും. പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചാൽ ഇന്നത്തെ ലഞ്ച് കുശാൽ. അപ്പോൾ ഞാൻ എപ്പോൾ മുട്ട പൊട്ടിച്ചാലും അതിൽ നിന്ന് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ വടിച്ചെടുക്കും കേട്ടോ. നിങ്ങളെല്ലാം ചെയ്യാറുണ്ട്. കുക്കിംഗ് ചാനലിലൊന്നും ഞാൻ അങ്ങനെ ഒരു സംഭവം കാണാറില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് മുട്ടയുടെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂടിയിരിക്കും. പിന്നെ ഞാൻ അപ്പോൾ തന്നെ ആ വേസ്റ്റിലോട്ട് മുട്ട പൊടിച്ചിട്ട് കൊടുക്കും. കാരണം ഇതൊക്കെ ചെടിയിലൊക്കെ കൊണ്ടിടുന്നതാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ദ്രവിച്ച് വെക്കുകയുള്ളൂ മുട്ടയുടെ കൂടെ. എന്നിട്ട് ചോറും ചൂടാക്കാനായിട്ട് വെച്ച് തലേന്നത്തെ ചോറുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി വെച്ചു. അത് സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ തോരൻ എന്തായെന്നൊന്ന് നോക്കി. അതെന്തായാലും തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ തോരനും റെഡിയായി, ചോറും റെഡിയായി, ചമ്മന്തി റെഡിയായി. ഇനി മുട്ടയും കൂടെ പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ട പൊരിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ തവി എടുത്തിട്ട് ഇങ്ങനെ അളന്നാണ് ഒഴിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവിന് നമുക്ക് 3 മുട്ടയാണെങ്കിലും 2 മുട്ടയാണെങ്കിലും 4 മുട്ടയാണെങ്കിലും സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ജോലിയെല്ലാം തീർന്നു. ഇനിയിപ്പോൾ സിനിമകൾ കണ്ടു തീർക്കണം. കേട്ടാ, ഇന്ന് നിങ്ങൾക്ക് എന്തായിരുന്നു ലഞ്ചിനെന്ന് ഒന്ന് പറഞ്ഞേക്കണേ.